ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സൗണ്ട് എന്താണെന്നറിയില്ല. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, മേളിൽ നിന്ന് കേൾക്കുന്നേ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഫുൾ ഫ്രണ്ടിലും ബാക്കിലും മൊത്തം പിച്ച് ബ്ലാക്കാണ്. പ്രത്യേകിച്ച് ടോർച്ചിൻ്റെ വെട്ടടിക്കുന്നത് കൂടി ഒരു പുണ്ണാക്കും കാണാൻ പറ്റത്തില്ല. ഹായ്, വെൽക്കം ടു ഡെയറിങ് സൂര്യ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നമ്മളിട്ട ഫസ്റ്റ് വീഡിയോ. ആ ഒരു വീഡിയോയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ബോറല്ലേ? സോ ഇത് വേണ്ട, നോർമലായിട്ട് തന്നെ സംസാരിക്കാം. ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പിസോഡ് 1 ഇട്ടിട്ടുണ്ടായിരിക്കും, എല്ലാവരും കണ്ടു കാണുമായിരിക്കും. കാണാത്തവർ കണ്ടു നോക്കുക, നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഉണ്ട്. സോ എന്നിട്ട് ഒരു ഹൊറർ എക്സ്പീരിയൻസ്, ഒരു സ്റ്റോറി ടെല്ലിങ് പോലെയാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഇട്ട ഫസ്റ്റ് വീഡിയോ ഇല്ലേ, സോ ആ ഫസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അന്നവിടെ ഹൊറിഫൈങ് ഹൊററായിട്ട് അവിടെ വെച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻസ്, ആ വീഡിയോയ്ക്ക് ശേഷവും അത് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു സീരീസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇതുവരെ ആൾമോസ്റ്റ് 200 മുകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 200 വീഡിയോയും 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും ആ വീഡിയോയിൽ, കൂടാതെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് ആ വീഡിയോയ്ക്ക് ശേഷവും അതിന് മുൻപിലും വന്നിട്ട് നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സീരീസാണിത്. ഗോസ്റ്റ് എക്സ്പീരിയൻസ് പ്ലസ് ബിഹൈൻഡ് ദ സീൻസ്, സോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കൂടാതെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. സോ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവരും കാണും, കാണാത്തവരും കാണും. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പോയി അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ഫീൽ കിട്ടും ആ വീഡിയോ കാണുമ്പോഴത്തേക്ക്. സോ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അത് പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഡെയറിങ് സൂര്യ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഗോസ്റ്റ് ഹണ്ടിങ് കണ്ടൻറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനലുണ്ടല്ലോ, സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആൾമോസ്റ്റ് 5 വർഷത്തിന് മുന്നേ ഫസ്റ്റ് വീഡിയോ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയ സമയത്തുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പേരൊക്കെ ഇട്ടു, എല്ലാം സെറ്റപ്പ് ചെയ്ത് സൂപ്പറാക്കി വെച്ചു. സോ ഇന്ന കണ്ടൻറ്റാണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഗോസ്റ്റ് ഹണ്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഗോസ്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യണം, സോ അങ്ങനെ പല പല കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ള എല്ലാം പ്രോപ്പറായിട്ട് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് തന്നെ. സോ അപ്പോൾ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. സോ അവനോട് ഞാൻ വന്നിട്ട് ഇതോട്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഇതോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാ, നീ വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് വന്നിട്ട് ഒന്നിച്ചോ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അണ്ണാ, ഞാൻ വരാം, എൻ്റെ എല്ലാ സപ്പോർട്ടും കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ആൾമോസ്റ്റ് 1 വീക്കിന് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തു. സോ ഇവനും വരാമെന്നൊക്കെ ഓക്കെ പറഞ്ഞു. വീട്ടിലൊക്കെ പെർമിഷൻ ചോദിച്ചപ്പം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ് എന്നൊക്കെ പറഞ്ഞു. ആശാന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാം. അപ്പം ആൾമോസ്റ്റ് അതും ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ കറക്റ്റ് 1 മണിക്കാണ് പോകുന്നത്, മിഡ് നൈറ്റ് 1 മണിക്കാണ് പോകുന്നത്. അതൊരു തരം വട്ടാണ്. ഞാൻ ഈ വട്ടെന്ന് പറയാനുള്ള കാരണം അതൊന്നും അങ്ങനെ ആരും ചെയ്യത്തില്ല, അപ്പം അതങ്ങനെയാണത്. ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയത് തന്നെ 1 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ആ 1 മണിക്ക് പോകുന്നതിന് തൊട്ട് മുൻപിൽ തന്നെ ഒരു 12:58-57 ആയപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവൻ്റെ വീട്. അവനെ മെസ്സേജ് അയക്കുക, അവിടെ ഇതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ, നീ ഇറങ്ങി റോഡിൽ നിൽക്ക് എന്ന് മെസ്സേജ് ഇട്ടിട്ട് ഓക്കെ അണ്ണ എന്ന് അവന് ഇങ്ങോട്ട് റീപ്ലൈ ഇട്ട് ഞാൻ വണ്ടി എടുത്ത് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മ വാതിൽക്കൽ നിൽക്കുക. എന്തിനാടാ പഠിപ്പിച്ചേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അമ്മ വീണ്ടും വാതിൽക്കൽ നിൽക്കുക, ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ആൾമോസ്റ്റ് 1 മണിയായി. വണ്ടി എടുത്ത് അവൻ്റെ ആ വീട്ടിലോട്ട് പോകുന്ന വഴി റോഡുണ്ട്, അവിടെ നിൽക്കുക. അവിടെ പോയിട്ട് ഇവനെ അവിടെ കണ്ടില്ല. സോ ഞാൻ ഫോൺ വിളിച്ച്, റിങ് ഫുള്ള് പോയി, അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും കോൾ ചെയ്ത് ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു 10-15 തവണ ഞാൻ കോൾ ചെയ്തു, ഫോൺ അറ്റൻഡ് ചെയ്തതേ ഇല്ല. അതിന് ശേഷം വന്നിട്ട് അവൻ്റെ ഒരു ചേട്ടന് എന്നെ കോൾ ചെയ്ത് ഇങ്ങോട്ട്, അവിടെ നിങ്ങൾ എവിടെ പോയി ഈ സമയത്ത്? ഞാൻ പറഞ്ഞു, എടാ ഇതോട്ട്
ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അത് ഞാൻ ആൾറെഡി ഒരാഴ്ച മുന്നേ എന്നോട് പറഞ്ഞ കാര്യമാണ്. വീട്ടിലൊക്കെ ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ചോദിച്ചു, എല്ലാം റെഡിയാക്കി വെച്ചൊക്കെ കുഴപ്പമൊന്നും ഇല്ല അണ്ണ എന്നാണ് അവൻ പറഞ്ഞത്. ഇല്ലടാ, അവനെ വീട്ടിൽ നിന്ന് വിടത്തില്ല ഈ സമയത്തൊന്നും, അവിടെ അവിടെ പ്രശ്നം നടന്നിട്ടിരിക്കുക വീട്ടിൽ എന്ന് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. ഓക്കെടാ ശരി എന്ന് പറഞ്ഞ കോളം കട്ട് ചെയ്തു. സംഭവം എന്ന് വെച്ചാൽ ആൾമോസ്റ്റ് അപ്പോൾ ഒരു 1 മണിക്കും 2 മണിക്കും ഇടയിലൊരു ടൈമാണ് ഞാൻ പറവൂട്ടി നിൽക്കുക. ഫുൾ ഇരുട്ട്, പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, നമ്മൾ കുറേ അധികം സ്വപ്നങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യണം, നമുക്കൊന്നൊരു ഫാമിലി ക്രിയേറ്റ് ആവണം, ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇതുപോലത്തെ ഒരു ട്രാജഡി നമ്മൾ വന്നിട്ട് വിചാരിച്ചിട്ടേ ഇല്ല. സോ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ ആ പറയുന്ന ലൊക്കേഷനിലോട്ട് പോകും. വണ്ടി യു ടേൺ എടുത്ത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പോവാം. സോ ഇത് നമുക്ക് സെറ്റാവത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ നടുക്കോട്ട് വെച്ച്, ഇത് നമുക്ക് സെറ്റാവത്തില്ല, നമുക്ക് ഈ കണ്ടൻറ്റ് സെറ്റാവില്ല എന്നും വിചാരിച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് റോഡിൻ്റെ നടുക്കോട്ട് വണ്ടി വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകാം, റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ ഞാൻ നിന്നിട്ട് ഒരു 2 മിനിറ്റ് എന്നിങ്ങനെ ആലോചിച്ച് കണ്ണും പൂട്ടിയിട്ട് റൈറ്റിലോട്ട് വണ്ടി തിരിച്ച്, അതായത് ആ ലൊക്കേഷനിലോട്ട് പോകുന്ന റോഡിലോട്ട് വണ്ടി തിരിച്ച്. അങ്ങനെ പോയ പോക്കാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. സോ ഇപ്പോൾ 200-ൽ പരം നമ്മൾ ഗോസ്റ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 200-ലധികം നമ്മൾ അബണ്ടമായിട്ടുള്ള ബിൽഡിങ്ങിൽ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡെയറിങ് സൂര്യ യൂട്യൂബ് ചാനൽ. സോ ഇത് വന്നിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പത്തുള്ള കാര്യങ്ങൾ. പോയതിന് ശേഷം എൻ്റെ അച്ഛൻ വന്നിട്ട് ഗോസ്റ്റ് ഹണ്ടറൊന്നുമല്ല. സോ അപ്പോൾ നമുക്ക് വന്നിട്ട് അങ്ങനെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ട് സിംപിൾ ഷെറത്തിൻ്റെ അങ്ങനത്തെയൊക്കെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നിട്ട് ഇതുപോലെ ചെയ്യാമെന്നൊക്കെ നമുക്ക് വന്നിട്ട് ആഗ്രഹം തോന്നിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അപ്പോൾ നമുക്കറിയാവുന്ന ആരും തന്നെ അങ്ങനെ സംഭവങ്ങൾ ചെയ്തിട്ടേ ഇല്ല. എന്തിന് കേരളത്തിൽ പോലും അങ്ങനെ ഒരു കണ്ടൻറ്റേ ഇല്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോവുക. ഇതൊരു ഓപ്പൺ പ്ലേസ് ആണ്. ഈ ലൊക്കേഷൻ വന്നിട്ട് ഒരു പടക്കങ്ങൾക്ക് നിർമ്മിക്കുന്ന ഒരു ശാലയാണ്, പടക്കപ്പുരയാണ്. അത് വന്നിട്ട് വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിത്തെറിച്ച് കുറേ പേര് അവിടെ മരിച്ചിട്ടുള്ള, ഭയങ്കര ബ്രൂട്ടലായിട്ട് തന്നെ മരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ അത്. ഞാനപ്പം വണ്ടി എടുത്തിട്ട് ആ സമയത്ത് ഈ ഒരു ലൊക്കേഷനിലോട്ട് പോകുന്ന റൂട്ട് ഫുൾ ഓപ്പൺ പ്ലേസ് ആണ്. അങ്ങോട്ട് പോകുന്ന വഴി തന്നെ എനിക്ക് ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്തി. ഫസ്റ്റ് പോകുമ്പോൾ തന്നെ 2-3 പട്ടികൾ എന്നെ ഓടിച്ച്, വണ്ടി ആയതുകൊണ്ട് വണ്ടി ശരിക്കും റേസ് ചെയ്ത് പോയി. അത് തന്നെ ഫസ്റ്റ് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് നമുക്ക് അങ്ങനെ വലിയ അനുഭവങ്ങളില്ല. അത് ആ ഒരു സമയത്ത് പട്ടി, അത് ഒറ്റയ്ക്ക്, അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഫുൾ ഇരുട്ട്. വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ പോയി. ആൾമോസ്റ്റ് ആ ലൊക്കേഷൻ്റെ അടുത്തെത്തിയിട്ട് ഭയങ്കര ഒരു തണുത്ത ഫീല്, തണുത്ത കാറ്റ്. എനിക്കൊരുമാതിരി ഇങ്ങനെ ശരിക്കും ഫീലാവുന്നു തണുപ്പ് എനിക്ക്. അത് ബോഡി എനിക്ക് വന്നിട്ട് അങ്ങ് എന്താ പറയുക, ഫ്രീസ് ആകുന്ന പോലെ ഒരു ഫീൽ എനിക്ക്. അത് പേടി കൊണ്ടിട്ടാവാം, അത് ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കാം, മേ ബി ആ ലൊക്കേഷൻ്റെ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ബട്ട് എനിക്ക് ബോഡി വന്നിട്ട് ശരിക്കും ഫ്രീസ് ആകും എൻ്റെ. സോ ഞാൻ എന്നിട്ട് വണ്ടി സൈഡിലോട്ട് നിർത്തി ട്രൈപോഡൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, ഇങ്ങനെ നടന്നിട്ട് ട്രൈപോഡൊക്കെ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് മൊബൈൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത്. അന്ന് ഈ വലിയ ലൈറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാം, വലിയൊരു സ്ക്വയർ ലൈറ്റ് ഉണ്ട്. അന്ന് ആ ലൈറ്റ് പോലും ഇല്ല, ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ, ആ ഫുൾ ഇരുട്ടുന്നത്. അതും ഫസ്റ്റ് വീഡിയോ. സോ കൈകാലുകളൊക്കെ വിറച്ച് ഒരു വലിയൊരു കുഴിയുണ്ട്, താഴോട്ട് പോയിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറേണ്ടത്. അങ്ങോട്ട് കയറി അകത്തോട്ട് പോകാൻ നേരം തന്നെ വൻ കുര. പട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടി കുരയ്ക്കുന്നു. ഞാൻ പെട്ടെന്ന് ടോർച്ച് എടുത്ത് ടോർച്ചങ്ങ് അടിച്ച്, എവിടുന്ന പട്ടി ഒന്ന് കടിക്കുന്നങ്ങ് പറയാൻ പറ്റില്ലല്ലോ, പട്ടി ഭയങ്കര കുര. അപ്പം ഞാനിത് ഫസ്റ്റ് ഡയലോഗ്, നമ്മുടെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഡയലോഗ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഞാനൊരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത്രയും ക്ലിയറായിട്ട് പോലും അല്ല ആ വീഡിയോ പറഞ്ഞത്. എന്നിട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ പുറത്ത് വയ്ക്കുമ്പോൾ ചെവിക്കൊക്കെ നല്ലൊരു വായു സഞ്ചാരമുണ്ട്, എല്ലാം ഉണ്ട്. അകത്തോട്ട് ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്
ചെവിക്ക് അടഞ്ഞായി, അതായത് ചെവി അങ്ങ് ഒരുപാട് അടങ്ങിയ ഫീൽ എനിക്ക്. ആ ഒരു ഡിഫറൻറ്റ് ഫീലുണ്ടല്ലോ, നോർമൽ ലൊക്കേഷനും ഒരു സ്ഥലവും അതുകൊണ്ട് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയ്ക്ക് അതോട് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് ഡിഫറൻറ്റ്. അതെനിക്ക് ശരിക്കൊന്ന് ഫീലായി ആ ഡിഫറൻസ്. അകത്തോട്ട് കയറി വീഡിയോ ചെയ്യണമല്ലോ, ചുമ്മാ അവിടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ ചെയ്യണം, കാര്യങ്ങൾ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണം, എന്താ സംഭവം എന്നുള്ളത് പറയണം, വീഡിയോ ഷൂട്ട് ചെയ്യണം. ഞാനാണെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് അവിടെ ഫുൾ ഇങ്ങനെ അങ്ങോട്ട് ക്യാമറ കാണിച്ചിട്ട് വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ട് പേടിയൊക്കെ മറച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന പഴയ ഒരു ഇതാ പടക്കപ്പുര. സോ അതെല്ലാം കാണിക്കുകയാണ്. പടക്കങ്ങളെ ഇട്ട് വയ്ക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഫുള്ള് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്, അത് ഫുള്ളിങ്ങനെ കാണിക്കുന്നുണ്ട്. കാണിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഓപ്പൺ പ്ലേസ് ആണ്. ഒരുമാതിരി വല്ലാണ്ട് അങ്ങ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ വന്നിട്ട് ഈ ഒരു ഹൊറർ ഫീൽ വരാൻ വേണ്ടിയിട്ട് ഹാർട്ട് ബീറ്റിന് സൗണ്ട് ചില എന്താ പറയുക ചില ഒരു ടിക് ടിക് മൊമെൻ്റൊക്കെ വരുന്ന സമയത്ത് അതിൽ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യും. ആ സമയത്ത് അതിൻ്റെ ആവശ്യമേ ഇല്ല, റിയലായിട്ട് തന്നെ ഇങ്ങനെ ഇടിക്കുമോ ഹാർട്ട് കിടന്നിട്ട് എൻ്റെ. അങ്ങനെ പോയി. അതിനപ്പുറത്ത് വേറൊരു ഇതുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി അകത്തോട്ട് കയറാൻ പോയപ്പോഴത്തേക്ക് മുകളിൽ ഷീറ്റാണ്. അവിടുന്ന് ടക്ക് ടക്ക് ടക്കുന്ന് സൗണ്ട് കേട്ട്. എൻ്റെ ആ ദൈവം തമ്പുരാനെ, ഫസ്റ്റ് നമ്മളൊരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മുന്നേ നമുക്ക് റിയൽ ലൈഫിൽ അങ്ങും ഇങ്ങും നമുക്കറിയാമല്ലോ നടന്നിട്ടുണ്ട്. ബട്ട് ഇത് വന്നിട്ട് വാണ്ടഡായിട്ട് ഞാൻ തന്നെ അകത്തോട്ട് കയറി നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് ഉള്ളിൽ നിന്ന്. ഒരുമാതിരി വല്ലാണ്ടായി ശരീരം അങ്ങ് എനിക്ക് അന്ന്. അപ്പോൾ ടക്ക് ടക്കെന്ന് സൗണ്ട് കേട്ട് അമ്പോ ഞാൻ പോയി പെട്ടെന്ന് റിവൈസ് വന്നു എനിക്ക്. കാരണം നമുക്ക് മുൻപരിചയമില്ല. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവരായ പോലും നമുക്കൊന്നും മുൻപരിചയമില്ല. ഇപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, രാത്രി പോയി കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ പേര് വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ട്, വീഡിയോ കണ്ട് ഇപ്പോൾ ഈ ധൈര്യമായി, പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം നമുക്കില്ല. കാരണം ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങുമെന്ന് നമ്മൾ വല്ലതും വിചാരിച്ചു? ഇവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിച്ച് അത്ര വർഷം കഴിഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ വന്നിട്ട് ഈ പരിപാടിക്കൊക്കെ പോകുമെന്നുള്ളത് ആരെങ്കിലും വിചാരിച്ചു? ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ് അകത്തോട്ട് കയറുന്നത്. ഈ സംഭവം കേട്ട ഉടനെ തന്നെ ഒരുമാതിരി ശിവറങ്ങിയായി പെട്ടെന്ന് ബോഡി അങ്ങ്. പിന്നെ രണ്ടും കൽപ്പിച്ച് മനസ്സോട് ധൈര്യത്തോട് വരുത്തി വെച്ചിട്ട് വീണ്ടും അകത്തോട്ട് കയറി നിന്നപ്പോഴും മേളിൽ വന്നിട്ട് ടക്ക് ടക്ക് എന്ന് സൗണ്ട് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ പുറത്ത് വന്നിട്ട് മുകളിൽ നോക്കുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ ഇല്ല. അതൊരു മാരക ഐറ്റമായിരുന്നു. സോ ഇപ്പോൾ ഈ എക്സ്ട്രീം സൗണ്ട് കേട്ടാലും ഉള്ളി ഭയമുണ്ട്. ബട്ട് എങ്ങനെ കേട്ടാലും നമ്മൾ ആ ഫസ്റ്റ് ടൈം നമ്മൾ അത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെ തന്നെയാണ്. പിന്നെ അത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു അരമണിക്കൂർ വീഡിയോ 20 മിനിറ്റ് വീഡിയോ കണ്ടാണ്, കറക്റ്റ് അറിയില്ല, 20 മിനിറ്റ് വീഡിയോ എന്ന് തോന്നുന്നു. സോ അത് വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വന്ന് വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ആക്കിയിട്ട് ട്രൈപോഡൊക്കെ വച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫൈ ഫീലുണ്ട്. ഞാൻ ഇപ്പോൾ പറയാം, അത് എപ്പോഴും ഒന്നൊരു വീഡിയോ പറയാറുണ്ട് വീഡിയോയിൽ വന്നിട്ട്, നമുക്കൊരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലോട്ട് വെച്ച് വന്നിട്ട് നിങ്ങൾ എടുത്തോടാ ഫ്രീ ആയിട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വന്നിട്ടൊരു സാറ്റിസ്ഫൈ ഫീലുണ്ട് ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക്. അത് എനിക്കെന്നല്ല, ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ആ സെയിം ഫീൽ കാണുമായിരിക്കും, അതുപോലൊരു ഫീൽ. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് നമ്മുടെ നമ്മുടെ എല്ലാ പേടിയും നമ്മൾ കൺട്രോൾ ചെയ്ത് അത്രയും ആപത്തിനെ വന്നിട്ട് നമ്മൾ കൺമുമ്പിൽ നിൽക്കും, അപകടം മൊത്തം നമ്മൾ കൺമുമ്പിൽ നിൽക്കും, ഇങ്ങനെ ഡാൻസ് കളിക്കും ഓരോ അപകടങ്ങൾ വന്നിട്ട്. അതിനെല്ലാം നമ്മൾ വന്നിട്ട് ഫേസ് ചെയ്ത് എടുത്ത് പുറത്തോട്ട് ഓക്കെ ആയിട്ട് വന്നെന്ന് പറഞ്ഞ് സേഫായിട്ട് പുറത്ത് വന്നു എന്നറിയുമ്പോൾ അതിൽ ICUവിൽ വന്നിട്ട് ഒരു ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാൾ വന്നിട്ട് പോയിട്ട് നോർമൽ സ്റ്റേജിൽ വരത്തില്ലേ, ആ ഒരു ഫീലായിരിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് സോറി അണ്ണാ എനിക്ക് അപ്പം വീട്ടിൽ വിട്ടില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനോട് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഒന്നും മിണ്ടിയില്ല, ഓക്കേടാ കുഴപ്പമില്ല വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസ് 10 വ്യൂസ്. സോ
സോ ഗൈസ്, ഇതാണ് ആ ഒരു വീഡിയോയുടെ എക്സ്പീരിയൻസും ബിഹൈൻഡ് ദ സീൻസും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ വീഡിയോയ്ക്കും ഒരു ലോഡ് കഥകളുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള, നിങ്ങൾക്കത് കേൾക്കുവാൻ തന്നെ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവാടെ ഇവന്മാരെന്ന് നിങ്ങൾക്ക് തോന്നും. അതുപോലെ സംഭവങ്ങളുണ്ട്. 1 by 1 ആയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും അത് വന്നിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.